ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കുഞ്ഞാലിനാണ്. ആലിൻ ഈ ഒരു ലോകത്തു നിന്നും കടന്നുപോയി എങ്കിൽ പോലും ഇനി വരും നാളുകളിലും ആലിൻ എന്ന് പറയുന്നത് ഒരു ചരിത്രമായി നമുക്കിടയിൽ അവശേഷിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവയവദാനത്തിൽ പുതുചരിത്രം കുറിച്ചുകൊണ്ടാണ് 10 മാസം പ്രായമായ ആലിൻ ഷെറിൻ എബ്രഹാം നമ്മളിൽ നിന്നും വിടവാങ്ങിയത്. ഇന്ന് കുഞ്ഞിൻ്റെ സംസ്കാരമാണ്. നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSA പള്ളിയിൽ വൈകിട്ട് 3:30 സംസ്കാര ശുശ്രൂഷകൾ നടക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. നമുക്ക് ഏവർക്കും അറിയാം, കുഞ്ഞാലിൻ കടന്നുപോയി എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു സമയത്ത് ആ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു നിമിഷമാണ്. ആ ഒരു നിമിഷത്തിൽ അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് അവർക്ക് തോന്നിയ ആ ഒരു നിമിഷത്തിൽ പോലും അവർ എടുത്ത ആ ഒരു തീരുമാനം, കുഞ്ഞാലിൻ്റെ ഓർമ്മകൾ ഈ ലോകത്ത് അവശേഷിക്കണം, അതിന് കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുക എന്നൊരു വലിയ തീരുമാനം അവരെടുത്തു. എടുത്ത ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം ലഭിച്ചത് 5 കുഞ്ഞുങ്ങൾക്കാണ്. അപ്പോൾ ആ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അച്ഛനും അമ്മയുടെയും ആ ഒരു തീരുമാനത്തിനൊപ്പം കേരളം ഒന്നടങ്കം നിന്നപ്പോഴാണ് കേരളത്തിന് ആ ഒരു പുതുചരിത്രം തന്നെ കുറിക്കുവാൻ സാധിച്ചത്. 10 മാസം മാത്രം പ്രായമായ കുഞ്ഞാലിൻ ഷെറിൻ്റെ അവയവങ്ങളാണ് ദാനം ചെയ്തത്. അതിനോടൊപ്പം തന്നെ ആ കുഞ്ഞാലിൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു രൂപമായി മാറുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ കുഞ്ഞിൻ്റെ വീട്ടിൽ നിന്നും മല്ലപ്പള്ളിയിൽ നിന്നും സുജു ടി ബാബു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സുജു, ഈ ഒരു നിമിഷം വളരെയധികം വേദനാജനകമായ ഒരു നിമിഷമാണ്. അവിടെ കൂടി എത്തിയിരിക്കുന്ന ഓരോരുത്തരും അവസാനമായി ആ കുഞ്ഞുമോൾക്ക് ഒരു അന്ത്യചുംബനം നൽകുവാൻ, അവളെ ഒരു നോക്ക് കാണുവാനായി എത്തിയവരാണ്. ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും. ഒരു പക്ഷേ ഇന്ന് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ തീരുന്നതിന് മുമ്പ് ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണുവാൻ അവിടേക്ക് എത്തിച്ചേരുക. ഇപ്പോൾ ഈ ഒരു നിമിഷം അവിടെ നിന്നും ആ കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരത്തിൻ്റെ സമീപത്ത് നിന്നുമാണ് സുജി നമ്മളോടൊപ്പം ചേരുന്നത്. സെഞ്ചുറി ക്ഷമിക്കുക, ആദ്യം സെഞ്ചുറി പറഞ്ഞത് തെറ്റാണ്. വീട്ടിൽ നിന്നല്ല, ഈ ജോർജ് മാത്തൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ മോർച്ചറിയായിരുന്നു കുഞ്ഞിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ഹോസ്പിറ്റലിൻ്റെ ചാപ്പലിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ തത്സമയം ദൃശ്യങ്ങൾ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ നേരത്തെ കാര്യം അറിയിച്ചിരുന്നതുമാണ്. ഇനി സിന്ധൂരി പറഞ്ഞതുപോലെ തന്നെ വളരെ വേദനാജനകമായ ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ദാതാവായി മാറിയ ഷെറിൻ മൃതശരീരം കാണാൻ വേണ്ടി ഇപ്പം ധാരാളം ആളുകളാണ് ഹോസ്പിറ്റൽ ചാപ്പലിലേക്ക്. ആളുകളുടെ എല്ലാം മുഖഭാവത്തിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം വേദനാജനകമായ ഒരു നിമിഷത്തിൽ കൂടിയാണ് പൊതുസമൂഹമാകെ കടന്നു പോകുന്നത്. ആലിൻ ഷെറിൻ്റെ കുടുംബം മാത്രമല്ല, മറ്റ് എല്ലാ ആളുകളും സമാനമായ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഏതാനും മാസങ്ങൾ മാത്രമാണ് 1-ാം വയസ്സ് പൂർത്തീകരിക്കേണ്ട ഘട്ടത്തിലേക്ക് ആദ്യ ജന്മദിനം ഈ മണ്ണിൽ ആഘോഷിക്കേണ്ട ആലിൻ ഷെറിൻ മോളാണ് നിർഭാഗ്യവശാൽ അപകടത്തിൽ മരണപ്പെടുകയും ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി നമ്മുടെ മുമ്പിലേക്ക് എത്തി നിൽക്കുന്നത്. അരുണിൻ്റെയും ഷെറിൻ്റെയും ഏക മകളാണ് ആലിൻ ഷെറിൻ എന്ന് പറഞ്ഞാൽ പിഞ്ചോമന. സ്വാഭാവികമായി തന്നെ തങ്ങളുടെ കുടുംബത്തിലെ ഏക കൊച്ചുമക്കൾ അല്ലെങ്കിൽ ഏക കുഞ്ഞിനെയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. പക്ഷേ അത്രയും ഒരു വേദനാജനകമായ സാഹചര്യത്തിലും ആ കുടുംബം അവർക്കെടുക്കാവുന്ന ഏറ്റവും വലിയ തീരുമാനം, ആ തീരുമാനത്തിലൂടെ സംസ്ഥാനത്ത് 5 മറ്റ് കുരുന്നുകൾക്ക് പൊതുജീവൻ ഏകാൻ സാധിച്ചിരിക്കുകയാണ്. ഇന്നലെ റജി ഷൗമൽ എന്ന കുഞ്ഞിൻ്റെ മുത്തച്ഛൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു ഗ്രാമപഞ്ചായത്ത്, റജി ഷൗമൽ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നത്, ഈ നിമിഷം തനിക്ക് ഒരു കൊച്ചുമക്കളെ നഷ്ടപ്പെടുമ്പോൾ 5 കൊച്ചുമക്കളെ കിട്ടിയ ഒരു മാനസികാവസ്ഥയാണ്. അതായത് തങ്ങളുടെ കൊച്ചുമകളുടെ അവയവദാനത്തിലൂടെ 5 കൊച്ചുകുട്ടികൾക്ക് ജീവൻ പകർന്നു നൽകാൻ സാധിച്ചതിൽ അവർക്ക് സന്തോഷമുണ്ട്. ദുഃഖത്തിലും അത്തരമൊരു സന്തോഷത്തിൽ തന്നെയാണ് അവർ കടന്നു പോകുന്നു എന്നാണ്. ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് തന്നെ മകനും മരുമകളുമാണ് ആദ്യം. അതായത് ആലിൻ മോളുടെ അമ്മയും അച്ഛനും തന്നെയാണ് ഈ ധീരമായ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് തന്നെ അറിയിക്കുകയായിരുന്നു. താനും ഈ തീരുമാനത്തിനൊപ്പം നിൽക്കുകയാണെന്നാണ് റജി ഷൗമേൽ പറഞ്ഞത്. അതൊരു കുടുംബത്തിൻ്റെ തീരുമാനമാണ്. ഈ വലിയ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഈ തീരുമാനത്തെ ആ കുടുംബത്തിൻ്റെ വിഷമത്തോടും സങ്കടത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരമൊരു തീരുമാനത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇന്ന് ഔദ്യോഗിക ബഹുമതികളോടെയാണ് വൈകിട്ട് 3:30 സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഒരുപക്ഷെ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു മൃതദേഹം ആശുപത്രിയുടെ പുറത്തേക്ക് എത്തിക്കുമ്പോൾ അവിടുത്തെ ഗാർഡുകൾ ചേർന്ന് ഗാർഡ് ഓഫ് ഓണർ, ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഗാർഡ് ഓഫ് ഓണർ അവർ സല്യൂട്ട് നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏറെ വേദനയോടെയും വിഷമത്തോടെയും. അങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണം ആ കുടുംബത്തിൻ്റെ ആ വലിയ തീരുമാനം
നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ആലിൻചറിനെ സംബന്ധിച്ചോളം ഈ കുഞ്ഞിൻ്റെ ഇനിയും കളിച്ചിരികളോ ആ കുഞ്ഞിൻ്റെ ആ കുടുംബത്തിൻ്റെ ആ വീടിൻ്റെ പിഞ്ചോമനയായിരുന്നു. ഇനി ആ കുട്ടിയുടെ ചിരിയോ കളിയോ ഒന്നും ഇനിയും ദർശിക്കാൻ സാധ്യമല്ല. അത് ആ കുഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ കുഞ്ഞിൻ്റെ കണ്ണും കരളും ഹൃദയവുമൊക്കെ ഇനി മറ്റുള്ളവരിലൂടെ മറ്റു ചില കുഞ്ഞുങ്ങളിലൂടെ ജീവിക്കുമെന്ന ആശ്വാസമാണ് ആ കുടുംബത്തിനുള്ളത്, ആ പ്രതീക്ഷയാണ് കുടുംബത്തിനുള്ളത്. അങ്ങനെ വലിയ തീരുമാനത്തിലൂടെ കേരളത്തിന് മാതൃകയായി ലോകത്തിന് മാതൃകയായി നിൽക്കുകയാണ് ആ കുഞ്ഞിൻ്റെ ആ കുടുംബം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, അച്ഛനും അമ്മയും ഈ ആക്സിഡൻ്റ് ഉണ്ടായ ശേഷം തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ മറ്റ് 2 ആശുപത്രികളിലൊക്കെ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ആ കുഞ്ഞിൻ്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരു കുടുംബമായിരുന്നു. നിർഭാഗ്യവശാൽ ആ കുടുംബത്തെ കാത്തിരുന്നത് ഏറ്റവും വേദനാജനകമായ ഏറ്റവും ദുഃഖകരമായ വാർത്ത തന്നെയായിരുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരം. പക്ഷേ ആ ദുഃഖകരമായും ആ വേദനാജനകമായ സാഹചര്യത്തിലും ആ കുടുംബം ഏറ്റവും പക്വതയോടെ ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയോടെ തീരുമാനം കൈക്കൊണ്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ തീരുമാനത്തിനൊപ്പം ആ കുടുംബത്തിൻ്റെ തീരുമാനത്തിനും ആ അച്ഛൻ്റെയും കുഞ്ഞിൻ്റെ ആലിൻ മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനത്തിനൊപ്പം ആ കുടുംബവും നിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കേരളം ഒന്നടങ്കം ആ കുടുംബത്തിന് സല്യൂട്ട് ചെയ്യുന്നതും ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഒപ്പം പങ്കുചേരുന്നതും ഇന്നിപ്പോൾ ഈ ചാപ്പലിലേക്കാണ് മൃതദേഹം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആലിൻ മോളുടെ ഇന്നലെ സൂക്ഷിച്ചിരുന്ന ജോർജ് മാത്തൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലായിരുന്നു. അവിടുന്ന് ഇപ്പോൾ അതിൻ്റെ സമീപത്തെ ചാപ്പലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സമീപത്തെ ചാപ്പലിലേക്ക് മാറ്റുമ്പോൾ പോലും ധാരാളം ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന. എല്ലാ ആളുകളുടെയും ഒരൊറ്റ വികാരമാണ് അവരുടെ വീട്ടിലെ ഒരു കുഞ്ഞ് മരണപ്പെട്ടതിൻ്റെ അതേ വേദനയോടെയും വിഷമത്തോടെയാണ് ആളുകൾ കാണുന്നത്. നമുക്കറിയാം, ഈ വാർത്ത കേട്ട നിമിഷം മുതൽ തന്നെ മലയാളികൾക്ക് എല്ലാ ആളുകൾക്കും അങ്ങനെ ഒരു വികാരം തന്നെയായിരിക്കാം. നമ്മുടെയൊക്കെ വീട്ടിലൊരു കുട്ടികളൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകാം, അല്ലെങ്കിൽ കുട്ടികളുണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഒരു 10 മാസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ വിയോഗം അത് ഒട്ടും സഹിക്കുന്നതല്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരം ഒരു വിയോഗത്തിൻ്റെ സമയത്തിലും ആ കുഞ്ഞിൻ്റെ കളിചിരികൾ നിർണായകമായി മായുമ്പോഴും അങ്ങനെ ആകരുത്. മറ്റ് 5 കുട്ടികൾക്ക് ആ കുട്ടികളുടെ പുതുജീവൻ ഏകണം. അതുകൊണ്ടാണ് കണ്ണും കരളും ഹൃദയമൊക്കെ ആ കുഞ്ഞിൻ്റെ കൊടുത്തുകൊണ്ട് പക്കത്ത് നൽകിക്കൊണ്ട് ഒരു വലിയ ദൗത്യം. നമുക്കറിയാം, ആംബുലൻസ് പുറപ്പെടുമ്പോൾ അത് 3-3.5 മണിക്കൂർ കൊണ്ടാണ് എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് അവയവങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കടന്നുപോയത്. ആ യാത്രയിലൊന്നും കേരള സമൂഹം ഒന്നടങ്കം സഹകരിക്കുകയും അതിനോടൊപ്പം നിന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇന്നിപ്പോൾ ആലിൻ മോള് ഈ വാലുമണ്ണിലെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ മാത്രം കുട്ടിയല്ല, ഇന്ന് എല്ലാ ആളുകളുടെയും കുഞ്ഞായി മാറുന്നു. അതിന് അന്ത്യയാത്ര, അവസാന യാത്ര നൽകാൻ കേരള സമൂഹം ആകെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ ആളുകളും അവരോടൊപ്പം പങ്കുചേരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിഷമത്തോടെ കടന്നു പോകുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചാപ്പലിൽ നിന്ന് മൃതദേഹം എടുത്ത് വാലുമണ്ണിലെ വീട്ടിലേക്ക് അവരുടെ ആലിൻ മോള് കഴിഞ്ഞ 10 മാസവും കളിയും ചിരിയൊക്കെയായി ഉറങ്ങിയ ആ വീട്ടിലേക്ക് മൃതദേഹം അല്പസമയത്തിനുള്ളിൽ എത്തിക്കുന്നതായിരിക്കും. അതിനുശേഷം ഉച്ചവരെ ആ വീട്ടിൽ ശുശ്രൂഷ മതപരമായ പ്രാർത്ഥനാ ചടങ്ങുകളുണ്ടാകും. അതിനുശേഷം പൂർത്തിയാക്കി സീസേ ദേവാലയത്തിലേക്ക് മാറ്റിപ്പിക്കുകയും അവിടെ നിന്ന് ആണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ഇപ്പോൾ ഈ ചാപ്പലിൽ വൈദികർ സംസാരിക്കുകയാണ്. കാരണം ആ തരത്തിൽ നമുക്ക് അല്പസമയം ആ കുഞ്ഞിൻ്റെ ആ ശുശ്രൂഷ ചടങ്ങിലേക്ക് തന്നെ നമുക്ക് കേൾക്കാവുന്നതാണ്. അത് ആ ദിവസം എല്ലാവർക്കും ആ മകളെ കണ്ട് ആശ്വസിപ്പിക്കാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകളുടെ കണ്ണ് മറ്റുള്ളവരെ ദാനം ചെയ്ത കണ്ണ് മറ്റുള്ളവരെ കാണട്ടെ. ദാനം ചെയ്ത ഹൃദയം മറ്റൊരാളിൽ മിടിക്കട്ടെ. കരള് ഉള്ളിൽ പ്രവർത്തിക്കട്ടെ. എല്ലാ അവയവങ്ങളും ദീർഘകാലം മകൾക്ക് വേണ്ടി ലോകത്തിലുണ്ടാവട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷെറിൻ ഈ ആശുപത്രിയുടെ ഒരു ഗവേണിംഗ് ബോർഡ് അംഗമാണ്. പ്രിയപ്പെട്ട റജിക്കും രാജനും ഷെറിനും അരുണിനും കർത്താവ് ബലവും ആശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ ചടങ്ങുകളും ആ സമയത്ത് ഇപ്പോൾ പള്ളിയിലെത്തിയ ആളുകൾ ആശ്വാസവാക്കുകൾ പറയുന്ന
കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ജോർജ് മാർത്തൻ മിഷൻ ആശുപത്രിയുടെ സ്നേഹാദരവുകൾ പുഷ്പങ്ങളായി പ്രിയപ്പെട്ട സെക്രട്ടറി പ്രൊഫസർ മാത്യു സാറ് ഭൗതിക ശരീരത്തിൽ അർപ്പിക്കുന്നു. യേശു എൻ സ്വന്തം ഹല്ലേലൂയ. ആശുപത്രിയിലേക്ക് എത്തുന്ന ആളുകൾ ആശ്വാസവാക്കുകൾ, ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രാർത്ഥനയോടെ ആ കുടുംബാംഗങ്ങളെല്ലാം അവിടെ ഉണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ആശുപത്രിയുടെ ഈ ഗവേണിംഗ് ബോർഡ് മെമ്പർ കൂടിയായിരുന്ന ആലിൻമോളുടെ അമ്മ ഷെറിൻ എന്ന അമ്മയും അതുപോലെ അരുണും സഭയുടെ സഭയുടെ സജീവ പ്രവർത്തകൻ കൂടിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ അരുൺ. അങ്ങനെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ സഭയും ഒന്നടങ്കം അത് പങ്കുചേരുന്നു. ഇവിടേക്ക് ധാരാളം ആളുകളും എത്തുന്നുണ്ട്. നമുക്കറിയാം വിങ്ങിപ്പൊട്ടിയാണ് ആളുകൾ ഈ ചാപ്പലിലേക്ക് എത്തുന്നത് എന്നതാണ്. കാരണം ഇവിടെ എത്തുന്ന ആളുകളെ സംബന്ധിച്ചോളം എല്ലാ ആളുകൾക്കും അവരുടെ കുഞ്ഞു മകൾ തന്നെയാണ്, അവരുടെ കൊച്ചു കുട്ടിയായിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്കും അങ്ങനെ മാത്രമേ ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിനോടൊപ്പം പങ്ക് ചേരാൻ സാധിക്കുകയുള്ളൂ. വലിയ ദുഃഖത്തിലും വലിയ സങ്കടത്തിൽ കൂടെ കടന്നു പോകുകയാണ്. നമുക്കറിയാം, ഒരു സംസാരിക്കുമ്പോൾ ഇതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് വാക്കുകളാണ് ആ കുഞ്ഞിനെ പറ്റി പറയുക. സ്വാഭാവികമായി 10 മാസം, ഇനിയും ഏതാനും മാസങ്ങൾ, 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ 1ാമത്തെ ബർത്ത്ഡേ ഏറ്റവും സന്തോഷത്തോട്, ഒരു പക്ഷേ ഏറ്റവും ആഘോഷപൂർവ്വം ആഘോഷിക്കാൻ ആ കുടുംബം കാത്തിരുന്ന ആ ദിവസങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഷെറിൻ അപകടത്തിൽ അതിൻ്റെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. കുടുംബസമേതം നടന്ന വാഹനയാത്ര, കാർ യാത്രയിലാണ് ഈ എതിർദിശയിൽ വരുന്ന വാഹനം ഇടിക്കുകയും പള്ളത്ത് വെച്ച് അപകടമുണ്ടാവുകയും കുട്ടി ആശുപത്രിയിലേക്ക് ചികിത്സയിലേക്ക് ആവുന്നത്. പിന്നീട് ആ ഉറക്കത്തിൽ നിന്ന് പിന്നീട് ഒരിക്കലും കുഞ്ഞ് ഉണർന്നിട്ടില്ല എന്നതാണ് സത്യം. പിന്നീട് ആ നിത്യ ഉറക്കത്തിലേക്ക് കടന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ആ കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാത്തിരുന്നത് ആലിൻ്റെ തിരിച്ചുവരവിനായിരുന്നു. എന്നാൽ അവിടെ കാത്തിരുന്ന വാർത്ത എന്ന് പറഞ്ഞത് ആലിൻ്റെ ഉറക്കത്തിൽ നിന്ന് ആലിൻ ഉണരില്ല എന്നാണ്. പക്ഷേ അത്ര സങ്കടകരമായ, ഏറ്റവും വിഷമകരമായ, ദുഃഖകരമായ ആ വാർത്ത, അല്ലെങ്കിൽ അവരെ തേടി ആ സന്ദേശം എത്തുമ്പോൾ അവരുടെ അടുത്തൊരു ധീരമായ തീരുമാനമാണ് ആ കുഞ്ഞിൻ്റെ ജീവനിൽ നഷ്ടപ്പെടുമ്പോൾ, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചപ്പോൾ മറ്റ് 5 ജീവനുകൾ അല്ലെങ്കിൽ 4 ജീവനുകൾക്ക് അത് തുടിപ്പേകും, അതിന് സ്വപ്നങ്ങൾക്ക് നിറം പകരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് അവയവദാനം നൽകാൻ ആ കുടുംബം ഉറച്ച തീരുമാനമെടുക്കുന്നു എന്നത് തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ആ വലിയ തീരുമാനത്തിനൊപ്പം കേരള സമൂഹം. അതെ, സുജു പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വലിയ തീരുമാനമായിരുന്നു ആ അച്ഛനും അമ്മയും എടുത്തത്. ആ തീരുമാനം ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ, ഈ കുഞ്ഞ് ഈ ലോകത്തു നിന്നും കടന്നുപോയി എങ്കിൽ പോലും അവളുടെ ഓർമ്മകൾ ഒരിക്കലും മായാത്ത തരത്തിൽ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന തരത്തിലേക്ക് അവളെ അവശേഷിപ്പിച്ചുകൊണ്ട് പോകുന്ന തരത്തിലുള്ള തീരുമാനമായിരുന്നു ആ അച്ഛനും അമ്മയും എടുത്തത്. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എങ്കിൽ പോലും അവളുടെ ഓർമ്മകൾ ഒരിക്കലും നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്നും മായുന്നില്ല. അത്രയേറെ നമ്മൾ ഓരോരുത്തരുടെയും നെഞ്ചോരം ചേർന്ന് നിൽക്കുകയാണ് ആ കുഞ്ഞു മാലാഖ. അതുകൊണ്ട് തന്നെ അവളുടെ ഈ ഒരു സമയം അവളെ ഒരു നോക്ക് കാണുവാൻ 1000 ആളുകളാണ് അവിടേക്ക് എത്തിച്ചേരുന്നത്. അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ആ കുഞ്ഞ് അവരുടെ കുഞ്ഞായി, ഓരോരുത്തരുടെയും കുഞ്ഞായി അവരുടെ മനസ്സിൽ ഇടം പിടിക്കുന്നൊരു കാഴ്ച കൂടിയാണ് ഈ ഒരു സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയധികം വിങ്ങിപ്പൊട്ടിയാണ് അവിടെ എത്തുന്ന ഓരോരുത്തരും ആ പിഞ്ചുമുഖത്തേക്ക് നോക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രേക്ഷകർ പറഞ്ഞതുപോലെ അത് കണ്ടു നിൽക്കാനാവുന്നൊരു കാഴ്ചയല്ല. അത്രയേറെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിക്കൊണ്ടാണ് ഈ കുഞ്ഞുമാലാക നമ്മളെ ഇന്ന് വിട്ടുപിരിയുന്നത്.